ഞാനായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ഒരടുപ്പിലുണ്ടാക്കി ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ച് ശീലിച്ചവരാണ് ഞാനും ആനിയൊക്കെ. ഇപ്പോ എന്റെ കുഞ്ഞുങ്ങള് അവളുടെ കൊച്ചെന്നൊക്കെ വേർതിരിവായി. ആ കൊച്ചുങ്ങളാണെങ്കിൽ ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ഇപ്പൊ അവരെ തമ്മിൽ അകറ്റിക്കൊണ്ടിരിക്കുക. അതാ കഷ്ടം. കൊച്ചുങ്ങളെ വേണ്ടാതിനം പറഞ്ഞ് പഠിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ചിലപ്പോ അവൾ അതും ചെയ്യും. അവക്ക് നിന്റെ സ്വഭാവമല്ല. കൊച്ചപ്പ അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. എല്ലാവരുടെ മുമ്പിൽ തെറ്റിയത ആളല്ല ഞാൻ. ഒരു മിസ്റ്റേക്ക്. എല്ലാരും എന്നെ ആ കണ്ണുകൊണ്ടേ കാണൂ. കൊച്ചപ്പനും അങ്ങനെയല്ലേ? ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ കൊച്ചാപ്പൻ ഇപ്പൊ എന്നോട് മിണ്ടുന്നത് പോലും. ഞാൻ സമൂഹത്തിന് കൊള്ളരുതാത്തവളായിട്ട് ജീവിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ മക്കള്, എന്റെ 2 കുഞ്ഞുങ്ങൾ എന്റെ ഈ മേവിലാസത്തിൽ ജീവിക്കേണ്ടി വരുമെന്നുള്ള വേദന മാത്രമേ എനിക്കുള്ളൂ. ആൻസി മോളെ, നിന്റെ മക്കള് ആൻസി വർഗീസ് എന്ന അന്തസ്സുള്ള അമ്മയുടെ അന്തസ്സുള്ള മക്കളായിട്ട് തന്നെ വളരും. മോള് നോക്കിക്കോ. ഒരു ഉരുൾപൊട്ടലിലൊന്നും സത്യം ഒലിച്ചു പോകത്തില്ല മോളെ. മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈ കൊച്ചാപ്പൻ അറിയാം. അങ്ങനെ മോളെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. മോളിൽ കർത്താവ് തമ്പുരാനുണ്ടല്ലോ, എല്ലാം കണ്ടുകൊണ്ട്.